ആശുപത്രി ബില്ലുകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു. സോവാന്റെ അച്ഛൻ അവ അടയ്ക്കാൻ പാടുപെടുന്നു. സഹായത്തിനായി നിരാശനായ അച്ഛൻ കൂടെ ജോലി ചെയ്യുന്ന ഒരു അടുത്ത സുഹൃത്തിനെ വിളിക്കുന്നു. ഈ സുഹൃത്ത് മുമ്പ് അച്ഛനെ പിന്തുണച്ചിട്ടുണ്ട്, വീണ്ടും ഇടപെടാൻ മടിക്കുന്നില്ല. ജോലിയെക്കുറിച്ച് വിഷമിക്കേണ്ടെന്നും കാര്യങ്ങൾ ശരിയാകുന്നതുവരെ ജോലിസ്ഥലത്ത് എല്ലാം താൻ കൈകാര്യം ചെയ്യുമെന്നും സുഹൃത്ത് അച്ഛനോട് ആശ്വസിപ്പിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സോവാനെ ആക്രമിച്ചയാൾക്കെതിരെ കോടതിയിൽ വാദം കേൾക്കുന്നു. ചോദ്യം ചെയ്തപ്പോൾ അയാൾ എല്ലാ കുറ്റങ്ങളും നിഷേധിക്കുന്നു. താൻ ഒരു നിർമ്മാണ സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെന്നും സംഭവദിവസം രാത്രി മുഴുവൻ അവിടെ ജോലി ചെയ്തിരുന്നെന്നും അയാൾ അവകാശപ്പെടുന്നു. രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം മദ്യപിച്ച് ഉറങ്ങാൻ കിടന്നുവെന്നും എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണെന്നും അയാൾ പറയുന്നു. എന്നിരുന്നാലും പോലീസ് അയാൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കുന്നു. സോവാന്റെ രക്തം വസ്ത്രങ്ങളിൽ കണ്ടെത്തിയതായി അവർ വെളിപ്പെടുത്തുന്നു. കൂടാതെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തുനിന്നുള്ള മണ്ണിന്റെ സാമ്പിളുകൾ അയാളുടെ ഷൂസിലെ മണ്ണുമായി പൊരുത്തപ്പെടുന്നു. തന്റെ പ്രതിരോധത്തിൽ തന്റെ ഷൂസ് മോഷ്ടിക്കപ്പെട്ടുവെന്നും പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് വീടിന് പുറത്ത് ദുരൂഹമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടെന്നും അയാൾ അവകാശപ്പെടുന്നു. പോലീസ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതായി അയാൾ ആരോപിക്കുന്നു. കോടതി മുറിയിലുള്ളവരിൽ സോവാന്റെ പിതാവിന്റെ സുഹൃത്തും ഉൾപ്പെടുന്നു. അയാൾ ആ മനുഷ്യന്റെ നുണകളിൽ കോപാകുലനാകുന്നു. കോപം നിയന്ത്രിക്കാൻ കഴിയാതെ സുഹൃത്ത് സ്വന്തം ഷൂ ഉരിമാറ്റി ആ മനുഷ്യന്റെ നേരെ എറിഞ്ഞു. നീ സ്വയം മനുഷ്യൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കണം എന്ന് അലറുന്നു. പോലീസ് ഇടപെട്ടതോടെ കോടതിമുറിയിൽ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. മറുവശത്ത് സോവാന്റെ അച്ഛൻ ആശുപത്രിയിൽ പോകുമ്പോൾ കാർട്ടൂൺ വസ്ത്രങ്ങൾ ധരിച്ച് സോവാനെ രസിപ്പിക്കുന്ന ചില ആളുകളെ അച്ഛൻ കാണുന്നു. സോവാൻ ഇതിൽ വളരെ സന്തുഷ്ടനാണ്. വാസ്തവത്തിൽ അത് അമ്മയും അവളുടെ സുഹൃത്തും ആശുപത്രിയിലെ ഒരു നഴ്സുമാണ്. ഇതെല്ലാം സോവാനിൽ നിന്ന് മൊഴി എടുക്കാൻ മുമ്പ് വന്ന സൈക്യാട്രിസ്റ്റാണ് ക്രമീകരിച്ചത്. അമ്മ വീണ്ടും സൈക്യാട്രിസ്റ്റിനെ വിളിച്ചിരുന്നു. സോവാനിന്റെ അമ്മ വസ്ത്രങ്ങൾ വാടകയ്ക്ക് എടുത്തിരുന്നു. സോവാനിന്റെ